എല്ലാവർക്കും നമസ്കാരം. പത്തരമാറ്റിൽ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അനാമികയും വീണും കൂടിയിട്ട് സംസാരിക്കണം കേട്ടോ. അനാമിക ചോദിക്കുകയാണ്, അച്ഛൻ എത്ര നാളായിട്ട് പറയുന്നു മധുവങ്കൾ അവളെ അവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കുമെന്ന്. അതും കാത്ത് നമ്മളിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി, ഇതുവരെ ഒരു സന്തോഷ വാർത്തയും കേൾക്കാൻ കഴിഞ്ഞില്ലല്ലോ അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ വേണു പറയാണ്, എന്ത് ചെയ്യാനാ മോളെ, മോൾക്കറിയാലോ അവൾക്ക് ആണുങ്ങളുടെ തൻ്റേടമാണ്. അതുകൊണ്ടാവും മധു ഇത്രയും അവളെ ഉപദ്രവിച്ചിട്ടും അവൾ അവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നത്. അവളുടെ തല്ല് നമ്മളൊക്കെ കുറേ തവണ വാങ്ങിയിട്ടുള്ളതല്ലേ, അപ്പോൾ നമുക്ക് അറിയാലോ. അനന്തപുരിയിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നതിന് എത്ര പ്രയാസപ്പെട്ടിട്ടാന്ന് അച്ഛൻ അറിയാലോ. ഇപ്പോഴാണെങ്കിൽ പുതിയൊരു അവതാരം കൂടി അവിടെ വന്നിട്ടുണ്ട്, ചന്തുമോള്. ഇനിയിപ്പോൾ സ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ ആ പെണ്ണിനും കൂടിയിട്ട് അവർ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണു പറയാണ്, മോള് വിഷമിക്കണ്ട, എത്രയും പെട്ടെന്ന് നമുക്ക് സന്തോഷ വാർത്ത കേൾക്കാൻ കഴിയും മോളെ. നമ്മൾ കുറേ നാളായി കാത്തിരിക്കുമല്ലേ, മോള് വിഷമിക്കണ്ട, മോള് ചെല്ല് എന്ന് പറഞ്ഞിട്ട് അനാമികയാണെങ്കിൽ അവിടെ നിന്ന് തിരിച്ച് അനന്തപുരിയിലോട്ട് വരികയാണ് കേട്ടോ. അനന്തപുരിയിലോട്ട് വരുമ്പോഴാണെങ്കിൽ അനി മുറിയിൽ നന്ദുവിൻ്റെ ഫോട്ടോ നോക്കിയിരിക്കുമായിരിക്കും. അത് കണ്ടിട്ട് വരുന്ന അനാമികയ്ക്കാണെങ്കിൽ ആകെ കൂടി കലി കയറുക. അപ്പോൾ അനാമിക അനിയോട് ദേഷ്യപ്പെടുവാണ്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അനിയും അനാമികയും തമ്മിൽ തല്ലുവാണ്. ഒടുവിൽ അനിയാണെങ്കിൽ ദേഷ്യത്തിൽ പറയാണ്, മതി നിർത്ത്, ഇനി എനിക്കൊന്നും കേൾക്കണ്ട, കുറേ നാളായി ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട്. നിനക്കിനി ഇഷ്ടമല്ലെങ്കിൽ നീ എന്നെ കളഞ്ഞിട്ട് പോവും, നിന്നെ ഇവിടെ ആരും താങ്ങി പിടിച്ച് നിർത്തിയിട്ടില്ലല്ലോ. അപ്പോൾ അനാമിക പറയാണ്, അങ്ങനെ ഞാൻ പോവില്ലടാ, അത് നിന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞതല്ലേ എന്ന്. അപ്പോൾ അനി പറയാണ്, ഇനി നീ ശബ്ദിച്ച് പോകരുത്, എത്രയും പെട്ടെന്ന് നീ ഞാനും തമ്മിലുള്ള ഡിവോഴ്സ് നടക്കണം. ഞാൻ നല്ലൊരു അഡ്വക്കേറ്റിനെ കാണാൻ പോവുകയാണ്. ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യാൻ പോവുകയാണ്. ഇനി ഡിവോഴ്സ് തരില്ല എന്നും പറഞ്ഞ് നീ വാശി പിടിക്കണ്ട, എനിക്ക് നീ ഡിവോഴ്സ് തന്നേ പറ്റൂ എന്നും പറഞ്ഞിട്ട് അനി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ അനാമികയാണെങ്കിൽ ആകെ ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. നാശം, അവൾ എങ്ങോട്ട് പോയാലും എന്നെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല, ഈ വീട്ടിലിപ്പോൾ എനിക്കൊരു മനസ്സമാധാനം ഇല്ലാണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചിരിക്കുകയാണ്. ഈ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് അനാമികയാണെങ്കിൽ മുറിയിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്താണെങ്കിൽ അവിടെ ചന്തുമോളാണെങ്കിൽ അവിടെ പാവക്കുഞ്ഞുങ്ങളെയൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞ് വളരെയധികം സന്തോഷത്തോടെ കുസൃതി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് നല്ലപോലെ സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരിക്കണം. അത് കാണുന്ന അനാമികയ്ക്കാണെങ്കിൽ ആകെ കലി കയറും. നാശം പിടിച്ച പെണ്ണ്, ഇവിടെ ഓരോരുത്തരും മനസ്സമാധാനം ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക. അപ്പോഴാണ് അവളുടെ ഒരു കളിയും ചിരിയും. നിന്നെ ഇന്ന് ഞാൻ കാണിച്ചു തരാടി എന്ന് പറഞ്ഞിട്ട് അനാമികയാണെങ്കിൽ എവിടുന്നോ ചെന്നിട്ട് ഒരു കാർ എടുത്തുകൊണ്ട് വരും കേട്ടോ, ഒരു ടോയ് കാർ. അത് റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാറാണ്. അങ്ങനെ അനാമികയാണെങ്കിൽ ചന്തുമോള് കളിക്കുന്ന സ്ഥലത്തേക്ക് ആ റിമോട്ട് കാറിനെ ഓടിച്ചു വിടുവാണ്. കുഞ്ഞാണെങ്കിൽ ആ കാറ് കണ്ടിട്ട് ആ കുഞ്ഞ് വിചാരിക്കുകയാണ് അത് കാറ് തനിയെ ഓടുന്ന കണ്ടിട്ട് നല്ല സന്തോഷത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞാണെങ്കിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആ ഓടുന്ന കാറിൻ്റെ പിന്നാലെ ഓടാൻ തുടങ്ങും. അനാമിക കുറച്ച് നേരം കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ഓടിച്ചതിന് ശേഷം ആ കാറിനെ ആ വീടിൻ്റെ ഒരു സ്റ്റോർ റൂമിൻ്റെ സൈഡിലോട്ട് അങ്ങനെ കൊണ്ടുപോവുകയാണ്. ചന്തുമോളും എന്താണെന്ന് വെച്ചാൽ അനാമികയുടെ ചതിയൊന്നും മനസ്സിലാക്കാണ്ട് കാറ് താനേ ഓടുക എന്ന് കരുതിയിട്ട് ആ കാറിൻ്റെ പിന്നാലെ ഓടും. അങ്ങനെ കാറ് സ്റ്റോർ റൂമിലേക്ക് പോകുമ്പോൾ ചന്തുമോളും അതിൻ്റെ പിന്നാലെ കാർ എടുക്കാനായിട്ട് സ്റ്റോർ റൂമിലോട്ട് പോവുകയാണ്. ചന്തുമോൾ സ്റ്റോർ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അനാമിക എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ പിന്നാലെ പോയിട്ട് ആ സ്റ്റോർ റൂം പുറത്ത് നിന്ന് പൂട്ടിയിടും. അങ്ങനെ ശബ്ദം കേട്ടിട്ട് ചന്തുമോൾ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടാവും പുറത്തുനിന്ന്. അങ്ങനെ കുഞ്ഞ് ഓടി വന്നിട്ട് ഡോറിലിട്ട് തട്ടുകയാണ്, ആരാ പുറത്ത്, എന്നെ തുറന്ന് വിട്, എനിക്ക് പേടിയാവുന്നു, എന്നെ തുറന്ന് വിട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചൊക്കെ ഒരുപാട് കരയുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിട്ട് അനാമിക പുറത്തു നിന്ന് വളരെയധികം സന്തോഷിക്കുകയാണ് കേട്ടോ. ഒരു മനസാക്ഷി ഇല്ലാണ്ട് അവൾ ആ ഡോറ് ലോക്ക് ചെയ്തിട്ട് അവിടെ കിടന്ന് തീരടി എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ചന്തുമോളാണെങ്കിൽ കുറേ നേരം ഡോറ് തട്ടുന്നുണ്ട്, ആരെങ്കിലും വന്ന് തുറക്കുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആരും ആ ശബ്ദമൊന്നും കേൾക്കുന്നുണ്ടാവില്ല. അങ്ങനെ ചന്തുമോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ കുറേ നേരം കരഞ്ഞ് അവസാനം ആ സ്റ്റോർ റൂമിൻ്റെ ഒരു സൈഡിലായിട്ട് പോയിട്ട് കരഞ്ഞ് തളർന്ന് അവിടെ തന്നെ ഇങ്ങനെ മയങ്ങിപ്പോവും. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നയനെ ആദർശം കൂടിയിട്ട് ഓഫീസിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് എത്തുവാണ് കേട്ടോ. അങ്ങനെ നയനെ നേരെ മുറിയിലേക്ക് എത്തിയിട്ട് ചന്തുമോളേന്നൊക്കെ വിളിക്കുമ്പോഴാണെങ്കിൽ ഒരു ശബ്ദവും കാണത്തില്ല. അങ്ങനെ നയനെ ചോദിക്കും, ചന്തുമോൾ എവിടെയാണ് ആദർശേട്ടാ, സാധാരണ നമ്മൾ വരുമ്പോൾ അവൾ ഇവിടെയാണല്ലോ ഉണ്ടാവാറെന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയും, അവൾ വേറെ എങ്ങ് പോവാനാ, അവൾ മുത്തശ്ശിയുടെ അരികിൽ കാണുമെന്ന് പറഞ്ഞിട്ട് നയന അങ്ങോട്ടേക്ക് പോകും ചന്തുമോളെ കാണാനായിട്ട്. അപ്പോൾ മുത്തശ്ശിയോട് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയും, ഇല്ല മോളെ, അവൾ ഇവിടെ ഇല്ല, കുറേ നേരമായി അവളെ കണ്ടിട്ട്. അപ്പോൾ നയനയാണെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ദേവ്യാനി
ദേവയാനിയുടെ അടുത്തോടേക്ക് പോവുകയാണ്. എന്നിട്ട് നയന ദേവയാനിയോട് ചോദിക്കണം, അമ്മ ചന്തുമോൾ ഇങ്ങോട്ട് വന്നായിരുന്നോ, അമ്മ കണ്ടായിരുന്നോ? അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, ഇങ്ങോട്ടോ? അവൾ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല, ഞാനൊന്നും അവളെ കണ്ടിട്ടില്ല. അപ്പോൾ ദേവയാനി പറയാണ്, വേറെ എവിടെയെങ്കിലും കാണും മോളെ, അവൾ വേറെ എങ്ങോട്ടെങ്കിലും കളിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നയനയ്ക്ക് അപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുകയാണ്. അപ്പോൾ നയന പറയണേ, വേറെ എവിടെ പോകാനാമേ, അവളിവിടെ വേറെ ആരോടും അടുക്കാറില്ലല്ലോ. അങ്ങനെ ആദർശ് പറയണേ, നമുക്ക് ഇവിടെയൊക്കെ നോക്കാം, അവൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ കാണുമെന്ന് പറഞ്ഞിട്ടും അവരവിടെ മൊത്തം ഇങ്ങനെ തിരയുവാണ് കേട്ടോ. അങ്ങനെ തിരയുന്ന സമയത്താണെങ്കിൽ മൂർത്തി മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ ഇങ്ങനെ വരുവാണ്, കൂടെ ദേവയാനിയും പോവുകയാണ്. അങ്ങനെ ഇവർ ഓരോരുത്തരും ചന്തുമോളെ എന്നൊക്കെ വിളിക്കുന്നത് കേട്ടിട്ട് ജലജ വന്ന് ചോദിക്കുകയാണ്, എന്താ ഇവിടെ ഒരു ബഹളം? അപ്പോൾ നയന അവളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ചന്തുമോളെ കണ്ടോ? അപ്പോൾ ജലജ ചോദിക്കുകയാണ്, ഞാനെന്തിനാണ് ആ പെണ്ണിനെ തിരഞ്ഞ് നടക്കുന്നത്, എനിക്ക് വേറെ പണിയില്ലേന്ന് ചോദിക്കും. അപ്പോൾ ആദർശ് പറയും, ചന്തുമോളെ ഞങ്ങൾ ഇവിടെ കുറേ നേരിട്ട് തിരയോ, ഇവിടെ ഇങ്ങും കണ്ടില്ല, അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിച്ചത്, നിങ്ങൾ കണ്ടെങ്കിൽ കണ്ടെന്ന് പറയും. അപ്പോൾ ജലജ പറയുന്നത്, ഞാനെങ്ങും ആ പെണ്ണിനെ കണ്ടില്ല, ആ പെണ്ണ് ഇവിടെ എവിടെയെങ്കിലും ഒളിച്ച് കളിക്കുമായിരിക്കും, നിങ്ങൾ ചെന്ന് തിരയെന്ന് പറയും. അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ തിരയാണ് കേട്ടോ. ആ സമയമാണെങ്കിലത്തേക്ക് അനിയും വരും. അങ്ങനെ അനിയും വീടിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ തിരഞ്ഞ് നോക്കും, ഇപ്പോൾ എവിടെയും കാണത്തില്ല. അങ്ങനെ നയനയാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് മേലേക്ക് പോയിട്ട് അവളിങ്ങനെ അവിടേക്ക് തിരയുന്ന സമയത്ത് അവൾ സ്റ്റോർ റൂം ശ്രദ്ധിക്കുന്നുണ്ട്. നയനെ നോക്കുമ്പോൾ ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തൊക്കെ ആയിരിക്കും. എന്നാലും നയനയ്ക്ക് ഒരു സംശയം, എല്ലാ സ്ഥലത്തും നോക്കി അവിടെ എങ്ങും കണ്ടില്ല, ഇനി സ്റ്റോർ റൂമിൻ്റെ ഉള്ളിൽ എങ്ങാനും മോള് പെട്ടിട്ടുണ്ടാവുമോ എന്നൊരു സംശയം തോന്നിയിട്ട് നയനയാണെങ്കിൽ മെല്ലെ ഡോറ് തുറന്ന് നോക്കണം കേട്ടോ. ആകെ പൊടി പിടിച്ച ഒരു അവസ്ഥയിലായിരിക്കും മുറി. നയന ആദ്യം ഡോറ് ലോക്ക് ചെയ്യുവാണ്, ആരും ഇല്ലയെന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് നയനയ്ക്ക് വീണ്ടും ഒരു സംശയം. അങ്ങനെ നയനയാണെങ്കിൽ വീണ്ടും ഡോറൊന്ന് തുറന്ന് നോക്കിയിട്ട് അകത്തേക്കൊന്ന് ചെല്ലും. അകത്തേക്ക് ചെല്ലുന്ന സമയത്താണെങ്കിൽ മുറിയുടെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തായിട്ട് ഒരു ബോക്സിൻ്റെ താഴേക്ക് ചന്തുമോൾ ഇങ്ങനെ ആകെ ബോധം കെട്ട അവസ്ഥയിൽ കിടക്കുന്നുണ്ടാവും. അത് കാണുന്ന നയനയ്ക്കാണെങ്കിൽ ആകെ ഷോക്കായി പോകും. അങ്ങനെ നയനാണെങ്കിൽ ചന്തുമോളെ എന്ന് വിളിച്ചിട്ട് അവളെ ഓടിച്ചെന്ന് ഇങ്ങനെ എടുക്കുവാണ്. അപ്പോഴത്തേക്ക് ശബ്ദം കേട്ടിട്ട് ആദർശ് മറ്റുള്ളവരൊക്കെ വന്ന് നോക്കുമ്പോൾ ചന്തുമോൾ അവിടെ ബോധമില്ലാണ്ട് കിടക്കായിരിക്കും. അങ്ങനെ ആദർശ് വന്നിട്ട് ചന്തുമോളെ എടുത്തുകൊണ്ട് ഹാളിലേക്ക് പോവുകയാണ്. അങ്ങനെ നയനെ ആദർശ് മാറി മാറി ചന്തുമോളെ വിളിക്കും, പക്ഷെ അവൾ കണ്ണു തുറക്കുന്നുണ്ടാവില്ല. അപ്പോഴത്തേക്കും ദേവയാനാണെങ്കിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ട് അവളുടെ മുഖത്തേക്ക് ഇങ്ങനെ ഒഴിക്കുമ്പോഴാണെങ്കിൽ ചന്തുമോൾ കണ്ണ് തുറക്കുന്നുണ്ട്. അപ്പോൾ നയനയാണെങ്കിൽ അവളെ പിടിച്ച് മടിയിലിരുത്തിയിട്ട് ചോദിക്കുകയാണ്, മോളെങ്ങനെ ഈ സ്റ്റോർ റൂമിൻ്റെ ഉള്ളിലായിപ്പോയത്, ആ മുറി പുറത്തുനിന്ന് പൂട്ടിയൊക്കെ ആയിരുന്നല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ ചന്തുമോൾ പറയും, എനിക്ക് അറിയില്ല നയനാമേ, ഞാനൊരു കാറിൻ്റെ പിന്നാലെ പോയതാ, ആ മുറിക്കുള്ളിലേക്ക് പോയപ്പോൾ ആരോ പുറത്തുനിന്ന് ഡോറ് പൂട്ടി. ചന്തുമോൾ കുറേ നേരം കരഞ്ഞു, ആരും വന്നില്ല. അപ്പോൾ നയന പറയാണ്, കാറോ, എന്ത് കാറ്? താനെ ഓടുന്ന കാറാ നയനാമേ, ഞാനത് എടുക്കാൻ ചെന്നതാ. അപ്പോൾ നയന പറയണേ, താനെ ഓടുന്ന കാറാണെങ്കിൽ അത് റിമോട്ട് കാറായിരിക്കും, അപ്പോൾ അത് ആരോ കൺട്രോൾ ചെയ്തതാണല്ലോ, മോളെ മനഃപൂർവ്വം ആരോ അകത്തു നിന്ന് പൂട്ടിയതാ. അപ്പോൾ ആദർശ് പറയണ, ഇവിടെ ആരാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാനെന്ന് ചോദിക്കുമ്പോൾ നയനയാണെങ്കിൽ ജലജയെ നോക്കുന്നുണ്ട്. അതേ സമയത്ത് അനാമികയാണെങ്കിൽ ആകെ പേടിച്ചിങ്ങനെ നിൽക്കുവാണ്. ഇനി ഇവരെങ്ങാനും ഞാനാ ചെയ്തതെന്ന് കണ്ടെത്തുമോ എന്നുള്ള ഒരു പേടി അനാമികയ്ക്കുണ്ട്. എന്നിട്ട് നയന ജലജയോട് ചോദിക്കുന്നുണ്ട്, അപ്പച്ചി സത്യം പറ, അപ്പച്ചിയല്ലേ ഈ പ്രവൃത്തിക്ക് പിന്നിൽ? അപ്പോൾ ജലജ ചോദിക്കുന്നു, അതേടി, ഈ വീട്ടിൽ എന്ത് സംഭവിച്ചാലും ഞാനാണല്ലോ കുറ്റക്കാരി, ഇനി ഇതിൻ്റെ പഴിയും നീ എൻ്റെ തലയ്ക്ക് തന്നെ വയ്ക്കുക. അപ്പോൾ നയന പറയാണ്, അപ്പച്ചി അത്ര നല്ലതൊന്നും അല്ലല്ലോ അപ്പച്ചി, അപ്പച്ചിയുടെ സ്വഭാവമൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ആദർശ് പറയണതേ, അപ്പച്ചി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പച്ചി അത് ഇപ്പം തന്നെ സമ്മതിച്ചേക്ക്. അത് കേട്ടിട്ട് ജലജയാണെങ്കിൽ ഇങ്ങനെ പരിഭ്രാന്തി പിടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവൾ അനാമികനെ ശ്രദ്ധിക്കുന്നുണ്ട്. അനാമികയുടെ മുഖത്ത് ചെറിയൊരു പേടിയുണ്ട്. അപ്പോൾ ജലജയ്ക്കൊരു സംശയം, ഇനി ഇവളായിരിക്കുമോ ഈ പണി പറ്റിച്ചത്? സംശയം തോന്നിയിട്ട് ജലജ ചോദിക്കുകയാണ് അനാമികയോട്, കുറച്ച് മുമ്പ് അനാമിക, ഞാൻ നിന്നെ സ്റ്റോർ റൂമിൻ്റെ അരികിൽ വെച്ച് കണ്ടായിരുന്നല്ലോ, നീ അവിടെ പാത്ത് പതുങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടതാ, അനാമിക നീ സത്യം പറഞ്ഞോ? അപ്പോൾ നയനയും ആദർശവും ഒക്കെ കൂട്ടിയിട്ട് അനാമികനെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ. അവളുടെ മുഖത്ത് ചെറിയ പതർച്ചയൊക്കെ ഉണ്ട്. എന്നാലും അവൾ പറയണം, അപ്പച്ചി എന്താ ഈ പറയുന്നത്, എന്നെ കുറ്റക്കാരിയാക്കാൻ ശ്രമിക്കുവാണോ? ഞാനൊന്നും ഒന്നും കണ്ടിട്ടില്ല, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയണം കേട്ടോ. അപ്പോഴത്തേക്ക് ആനി വന്നിട്ട് അനാമികയോട് ചോദിക്കുകയാണ്, നീ സത്യം പറയും, നിൻ്റെ മുഖത്ത് നല്ല ടെൻഷനുണ്ട്, നീ ആയിരിക്കും ഇങ്ങനത്തെ ഒരു മോശം പ്രവൃത്തി ചെയ്തതെന്ന്. അപ്പോൾ അനാമിക പറയും, അതേടാ, നിനക്ക് എന്നെ കുറ്റക്കാരിയാക്കുന്നതിലാണല്ലോ സന്തോഷമെന്ന്. അപ്പോൾ അനി പറയും, ഏട്ടത്തി ഉറപ്പിച്ചോ, ഇത് ഇവൾ തന്നെ ചെയ്ത പണിയാണ്, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഇവളോട് ഡിവോഴ്സ് ചോദിച്ചായിരുന്നു, അതിൻ്റെ കലിക്ക് ഇവൾ ചന്തുമോളെ മുറിയിൽ പൂട്ടിയിട്ടത്. അപ്പോൾ അനാമിക പറയാണ്, ഞാനൊന്നുമല്ല, അല്ലെങ്കിൽ തന്നെ ഞാൻ കുഞ്ഞിനെ മുറിയിൽ പൂട്ടിയിടുന്നത് നീ കണ്ടായിരുന്നോ, നീ ഇതിന് ആവശ്യമില്ലാണ്ട് എന്നെ പഴിച്ചായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയാണ്, ആര് പൂട്ടിയിട്ടാലും ശരി, ചെയ്തത് ഒട്ടും നല്ല പ്രവൃത്തിയല്ല, ഇതൊരു മഹാപാപമാണ് ചെയ്തത്, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അപ്പോൾ അനാമിക ഇങ്ങനെ അവളെ ഇങ്ങനെ തുറച്ച് നോക്കുവാണ് കേട്ടോ.
അന്നേരം അനി പറയാണ്, എടി നീ ഈ ചെയ്തതേ ഒരു ക്രൈമാണ്, ഒരു കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കില്ല, അതൊക്കെ നിന്നെ പോലുള്ളവർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. ഈ ഒരൊറ്റ കാരണം മതി എനിക്ക് നിന്നിൽ നിന്ന് ഡിവോഴ്സ് കിട്ടാൻ. ഈ ഡിവോഴ്സിനുള്ള കാരണം നീയായിട്ട് തന്നെ ഉണ്ടാക്കി തന്നല്ലോ, സന്തോഷം എന്ന് പറഞ്ഞിട്ട് അനി അവിടുന്ന് പോവുകയാണ്.